എല്ലാവർക്കും നമസ്കാരം. ഒക്കെ പ്രിപ്പയർഡൊന്നുമില്ലാട്ടോ, ഞാൻ ജസ്റ്റ് സംസാരിക്കാം. ഞാൻ എവിടെ ഏതൊരു വേദി ചെന്നാലും പ്രിപ്പയർഡ് ആയ ഒരു സ്പീച്ച് ഞാൻ പറയാറില്ല. അപ്പം ഈ ഒരു അസോസിയേഷനെ പറ്റി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ഫ്രണ്ട് സജിനാണ്. അപ്പോൾ സജിൻ്റെ വാട്സാപ്പ് സ്റ്റേറ്റസിലൂടെയാണ് ഞാൻ ആക്ച്വലി നമ്മളിങ്ങനെ ഒരു അസോസിയേഷൻ ഉള്ളത്, ഇതിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഞാൻ ആദ്യമായിട്ട് അറിയുന്നു. അപ്പോൾ സജിൻ എന്നെ ആദ്യം കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടെന്ന്, ഇതിൽ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി എല്ലാം എനിക്ക് ഇതൊന്നൊരു 4-5 മാസം മുമ്പേ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ ബ്രോ എന്നെ വിളിച്ചത്. സോ എനിക്ക് നേരത്തെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടെന്ന് പറയുന്നത് ഇപ്പോഴാണ് വരാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവരും ട്രിവാൻഡ്രമാണോ? എല്ലാം ട്രിവാൻഡ്രം. ഞാനൊരു ട്രിവാൻഡ്രക്കാരനാണ് കേട്ടോ. ഓക്കെ. സോ ഒരുപാട് സന്തോഷം. കാരണം ഇവിടെ ഞാൻ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറയുന്നത് അതുപോലെ എൻ്റെ ലൈഫിൽ ഈ ഒരു 38 വയസ്സിൽ എൻ്റെ ലൈഫിലെ ചെറിയ ചെറിയ എക്സ്പീരിയൻസിൻ്റെ ഷോർട്ട് വീഡിയോസ് ആക്കി ചെയ്യാറുണ്ടായിരുന്നു. ലൈഫിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരുപാട് പേര് അവർ ലൈഫിൽ ബെറ്റർ ആക്കാൻ വേണ്ടി എന്താ പറയുക, അവർക്കൊരു ആശ്വാസം പറയാൻ വേണ്ടി ഒരുപാട് എന്താ പറയുക വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിൽ എന്താ പറയുക ഒരു വാക്ക് മതിയായിരിക്കും അവരുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം വരാനായിട്ട്. സോ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും കാണുന്ന സമയത്ത് ഞാനാണ് മോട്ടിവേറ്റഡ് ആവുന്നത്. കാരണം നിങ്ങളെല്ലാവരുമാണ് യഥാർത്ഥത്തിൽ റിയൽ ആയിട്ടുള്ള എന്താ പറയുക ചാമ്പ്യൻസ്. ഓക്കെ. സോ ഓരോ ഫംഗ്ഷനിൽ പോകുമ്പോഴും ഈ അവസരങ്ങൾ ഭയങ്കര ഹാപ്പി അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ വരാറുണ്ട്. എന്താ പറയുക അല്ലെങ്കിൽ അവിടെ കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് തീരെ ഒട്ടുമില്ല. ഓക്കെ. ഭയങ്കര ടയറാണ്, കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ എനിക്കിവിടെ വന്ന് നിങ്ങളെല്ലാവരും കാണണം എന്ന് സത്യം പറഞ്ഞാൽ സിൻസിയറായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്ക് നിങ്ങളെല്ലാവരും കാണാൻ പറ്റി. നിങ്ങൾ എന്നെ കാണുന്നില്ലേ, ഞാൻ നിങ്ങളെ കാണാനാണ് യഥാർത്ഥത്തിൽ വന്നത്. ഓക്കെ. ഒരു 4-5 മാസം മുമ്പേ എനിക്ക് സത്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക, നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. ഓക്കെ. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരുന്നത്. അല്ലെങ്കിൽ ലൈഫിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ഇനി തന്നെ സ്വന്തമായിട്ട് തോന്നുന്നുണ്ട്. മനസ്സിലായി? കാരണം ലൈഫിൽ നമ്മൾ പല സിറ്റുവേഷനിൽ ഡൗണായിരിക്കുന്ന സിറ്റുവേഷനിൽ ലൈഫിൽ എല്ലാം ഫേസ് ചെയ്ത് ഇനി മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ നമ്മളവിടെ പലരും ലൈഫിൽ വീണ്ടും പോകണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ അല്ലെങ്കിൽ വിജയിച്ചിരിക്കുന്ന സമയത്ത് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷമം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരണം. പലർക്കും ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അതെങ്ങനെ വരണം നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷേ ഫെയിലിയേഴ്സിനെ ഫേസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ വീഴ്ചകളാണ് എൻ്റെ വീഴ്ചയാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ അടുത്ത സ്റ്റുഡൻറ്റ് വെച്ച് മുന്നോട്ട് പോകാം. ഇത് നിങ്ങളെല്ലാവരും ഒരു ബിഗ് സാലൂട്ട്. ഓക്കെ. കാരണം ലൈഫിൽ നിങ്ങളെല്ലാവരും നമുക്ക് നമ്മളെ പോലെ എല്ലാവരും ഭയങ്കര മോട്ടിവേഷനാണ് നിങ്ങൾ. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ഈ ഇൻസ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആകാൻ പറഞ്ഞിട്ട് ഇതിൽ പല ടാലൻറ്റുള്ള പല കഴിവുകളുള്ള ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റുന്ന ഒരുപാട് പേര് നമുക്കിടയിൽ തന്നെ ഉണ്ട്. സോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളെല്ലാവരെയും കൂടെ ഞാനും ഉണ്ടാവും. സോ എന്താ പറയുക, എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിൽ നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിൽ എല്ലാത്തിനും ഒരുപാട് സന്തോഷം. ഇപ്പോൾ സാധിച്ചാലും കാണുമല്ലോ. ഓക്കെ. ഇപ്പോൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ലൈഫിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്നേഹത്തിനും അല്ലെങ്കിൽ എന്താ പറയുക മനുഷ്യത്വത്തിനും. മനസ്സിലായി? സോ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് പേരുടെ അറിവ് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ കൊണ്ടെന്ന് പറയുന്നതിനായിട്ട് കൂടുതൽ എനിക്ക് ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട. സോ എന്താ പറയുക, നമ്മളെല്ലാവരും എന്താ പറയുക ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരൊന്നുമില്ല അല്ലെ. എല്ലാം പോസിറ്റീവ് നെഗറ്റീവുള്ള എന്താ പറയുക മനുഷ്യരെല്ലാവരും. സോ നമ്മൾ എത്രയൊക്കെ മനുഷ്യരിൽ നെഗറ്റീവ് ഉണ്ടെങ്കിലും അവരുടെ പോസിറ്റീവ് ചിലപ്പോൾ ഒരു മനുഷ്യരിൽ 100-99% അല്ലെങ്കിൽ 99% നെഗറ്റീവാണ്. അല്ല അയാൾക്ക് ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് അയാൾക്ക് ഇനി ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അയാളുടെ ഒരുപാട് നെഗറ്റീവ് നമുക്ക് പോസിറ്റീവാക്കി മാറ്റാൻ പറ്റും. സോ എന്തൊക്കെയും സംസാരിച്ചു. ഓക്കെ. ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളെ കൂടെ അപ്പിട്ട് ക്രിസ്മസ് വരെയാണ്, ന്യൂ ഇയർ വരെയാണ്. ഇനിയും ഇതേപോലെ നമ്മുടെ മീറ്റപ്സും കാര്യങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ വിളിക്കണം. ഓക്കെ. ഞാൻ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതേപോലെ എല്ലാവരും യാത്ര ചെയ്ത് ഇതുപോലെ ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. സോ എന്താ പറയുക, നെവർ ഗീവ് അപ്പ്. അത്രയുള്ളൂ. ജീവിതത്തിൽ തോൽക്കാൻ നമുക്ക് മനസ്സില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മാനസികത നേരിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ ബീങ്. നമുക്കെല്ലാവരും ഇൻസ്പിറേഷൻ ആകാനും നമുക്കൊരു മോട്ടിവേഷൻ ആകാനും എന്താ പറയുക മറ്റുള്ള
ഇൻസ്പിറേഷൻ ആകുന്നതിന് എല്ലാവരും ബിഗ് താങ്ക് യു. എനിക്ക് ചോദ്യമുണ്ടായിരുന്നു ഇന്ററാക്ഷൻ സെക്ഷൻ പോലെ എനിക്ക് സംസാരിക്കാം. ഇത് ഞാനൊരു പ്രിപ്പയർഡ് സ്പീച്ച് ഒന്നും സംസാരിക്കാറില്ല കേട്ടോ. എനിക്ക് ആ മനസ്സിലാക്കാൻ നമുക്ക് ചോദിക്കുന്ന ടോപ്പിക്സ് അത് നമ്മൾ പോസിറ്റീവായ കാര്യം മാത്രമേ ചിന്തിക്കാറുള്ളൂ. നെഗറ്റീവായിട്ടുള്ള കാര്യം എല്ലാവരെയും ചിന്തിക്കാറില്ല. കാരണം പോസിറ്റീവായിട്ടുള്ളത് മാത്രമേ കലകളിൽ നെഗറ്റീവായിട്ട് കാര്യം ആവശ്യമില്ല. നമുക്ക് ഫോളോവേഴ്സ് എല്ലാവർക്കും ഉണ്ടാവും. അത് അതുപോലെ ഓരോ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അത് മാത്രം എല്ലാവർക്കും ഒരുപാട് പോകും. എല്ലാവരും പോകട്ടെ നമ്മളെ കൊണ്ടുവരുന്നു മാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇൻസ്പിറേഷനാണ് ഓരോരുത്തർ. ഇതേപോലെ നമ്മൾ എന്നെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യും. ഞാനും നെഗറ്റീവിനെ പറ്റി ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ നെഗറ്റീവിനെ പറ്റി ചിന്തിക്കേണ്ട, പോസിറ്റീവിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയുന്നത് ഇപ്പൊ എനിക്കൊരു കാര്യം കൂടെ പഠിക്കാൻ പറ്റും. ഇനി ഇത് എനിക്ക് ഒരുപാട് പേരിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. താങ്ക് യു സർ.